ഹായ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ലെൻറ്റാന പ്ലാന്റിനെ PVC പൈപ്പിൽ നട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതുപോലെ അഴുക്ക് പിടിച്ച പോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പോട്ട് വേറെ പ്ലാന്റ് നടാനായിട്ട് ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം റോസ മാറ്റി നടുന്നത് കാണിച്ചായിരുന്നല്ലോ, അത് ഈ പോട്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പോട്ട് ഒഴിവാക്കിയെടുത്തത്. കുറേ നാളായിട്ട് ഈ പോട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നിറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ മുന്നെയാണ് ഞാൻ ഒത്തിരി അങ്ങ് വളർന്നു കഴിഞ്ഞപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്തൊക്കെ നിർത്തിയത്. അവിടെ നിന്ന് ആ പോട്ട് എടുത്ത് മാറ്റിയപ്പോൾ അവിടെ ഫുള്ള് കട്ടുറുമ്പുണ്ടായിരുന്നേ. പിന്നെ എന്തായാലും അതിന് ഞാനൊന്നും ചെയ്യാനൊന്നും പോയില്ല. ഇനി നമ്മളിവിടെ കുഴി എടുക്കുമ്പോൾ അതങ്ങ് പൊയ്ക്കോളെന്ന് വിചാരിച്ച് മൺവെട്ടിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് കുഴിക്കുകയാണ്. നമ്മൾ പിന്നെ എന്നും ഈ ചെടിക്ക് ഇവിടെ വെള്ളം നനയ്ക്കുന്നതുകൊണ്ട് തറയിൽ നനവുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു കേട്ടോ കുഴിക്കാനെ കൊണ്ട്. അവിടെ ഫുള്ള് കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് എന്തായാലും ഒരു ചെറിയ കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയുടെ സൈഡാണേ. അതിൻ്റെ സൈഡിൽ അപ്പുറത്തെ പുരയിടത്തിലുള്ളവരാണ് ഇതുപോലെ നെറ്റ് കെട്ടിയേക്കുന്നത്, ഗ്രീൻ നെറ്റ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ ആ കുഴി എടുക്കുന്ന സമയത്ത് നമ്മുടെ മൺവെട്ടി അതിൽ കയറി ഒന്ന് ഉടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ചെറിയ കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് PVC പൈപ്പ് വെച്ച് നോക്കാം. അത് എടുത്തപ്പോൾ PVC പൈപ്പ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും അതിനകത്ത് ഫുള്ള് അഴുക്കായിരുന്നേ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്താൽ കുറച്ചുകൂടി നീറ്റ് ആവും തോന്നിയിട്ട് ഞാൻ അതിനെ കൊണ്ടുപോയി ഒന്ന് തേച്ചൊരച്ച് കഴുകിയൊക്കെ എടുത്തു കേട്ടോ. അവിടെ ഇരിക്കുന്ന ആ ബ്ലാക്ക് കവറിലെല്ലാം നമ്മൾ ഉണ്ടവളം നട്ടേക്കാണ്. ഉണ്ടവളത്തിൻ്റെ വിത്തൊക്കെ പാകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി നടുന്നതെന്ന് ഞാൻ ഇടാഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ വെറുതെ എല്ലാം നടുന്നത് കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണേ. നമുക്കിനി ഈ PVC പൈപ്പ് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് നല്ലതായിട്ട് ഉറപ്പിക്കണം. ഇനി നമുക്ക് പ്ലാന്റ് ഇതിനകത്ത് വെക്കാനായിട്ട് ഇതിനകത്ത് PVC പൈപ്പിൽ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത്രയും മണ്ണിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മണ്ണ് അത്രയും കിട്ടാനില്ലാത്തതുകൊണ്ടും ഞാൻ തൂത്ത് കൂട്ടിയപ്പോൾ കരിയില വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു ചാക്കിൽ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ മാറ്റി. ഇനി ഇത് ഒന്ന് ഉണങ്ങിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞ് ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മൾ PVC പൈപ്പിനകത്ത് അങ്ങ് കുത്തി നിറയ്ക്കണം. അന്നേരം നമുക്ക് മണ്ണ് കുറച്ചിട്ടാൽ മതിയായിരിക്കും. നന്നായിട്ട് ഇടിച്ചമർത്തി താഴ്ത്തി വെക്കണം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിര കമ്പോസ്റ്റും കൂടെ ഇട്ടതിന് ശേഷമാണ് ഞാൻ പ്ലാന്റ് ഇതിനകത്തേക്ക് മാറ്റി നട്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ പ്ലാന്റ് മാറ്റി നടുന്ന വീഡിയോ കട്ടായി പോയത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ നമുക്ക് എന്തായാലും ഒരു പോട്ട് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പോട്ടിലും കൂടി ലെൻറ്റാന ഇരിപ്പുണ്ട്. ഒരു പോട്ടിലും ഒരു കവറിലും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ബിഗോണിയ വെച്ചിരുന്ന ഒരു PVC പൈപ്പും കൂടി കൊണ്ട് അവിടെ വെച്ച് നോക്കുകയാണ്. വെച്ച് നോക്കിയപ്പോൾ മറ്റേ നമ്മൾ അവിടെ വെച്ച PVC പൈപ്പിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കുറവാണ്. എന്നാലും സാരമില്ല. അതിനെ നമ്മളവിടെ കുഴിച്ച് ഇട്ടതിന് ശേഷം ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് ഇളക്കിയെടുത്ത് അത്രയും മണ്ണോടുകൂടി എന്തായാലും വെക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ പോട്ടി മിക്സ് നല്ല ലൂസ് ആയതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ പ്ലാന്റ് അതിനകത്ത് നിന്ന് എടുക്കുമ്പോഴേ അതിൻ്റെ മണ്ണെല്ലാം പോയി കേട്ടോ. എന്നാലും റൂട്ടിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അതുപോലെ നമുക്ക് കവർ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ഞാൻ ഇളക്കിയെടുത്ത് ശരിക്കും ഇത് അപ്പുറവും ഇപ്പുറവും ആയിട്ട് വഴിയുടെ രണ്ട് സൈഡിലായിട്ട് വെക്കുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ രണ്ട് സൈഡിലും നമ്മൾ ചെടി നട്ട് കഴിയുമ്പോഴത്തേനും വണ്ടി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നമാവും. മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ചെടി വെച്ചോ, ഒരു സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടേക്കണമെന്ന്. അതുമല്ല ആ സൈഡിൽ ഫുള്ള് നമ്മൾ കെട്ടി സൈഡൊക്കെ ഇളകി അവിടെ ചെടി വെക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ രണ്ടും ഈ സൈഡിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത്. അങ്ങനെ കവറിൽ നിന്ന് നമ്മളത് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞു. എന്തായാലും ഇപ്പം നട്ടിട്ട് 2 ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടും പ്ലാന്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മണ്ണെല്ലാം കളഞ്ഞതുകൊണ്ട് പ്ലാന്റ് നശിച്ചു പോകും എന്ന് വിഷമിക്കേണ്ട. എന്തായാലും പ്ലാന്റിനൊന്നും ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ടേ. ഇനി ഈ പ്ലാന്റ് വെച്ചതിന് ശേഷം അതിനകത്ത് ഞാൻ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ചേട്ടത്തി അനിയത്തിയും പോലെ ഉണ്ടല്ലേ, ഒന്നിന് ഹൈറ്റ് കൂടുതലും ഒന്നിന് ഹൈറ്റ് കുറവും. പക്ഷേ എനിക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു യൂണിറ്റി ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ രണ്ടും രണ്ട് കളറൊക്കെ ആയിപ്പോയതുകൊണ്ട് സാരമില്ല, നമുക്ക് ഒരേ കളർ പെയിൻറ്റൊക്കെ അടിച്ച് ഒന്നും കൂടി അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ അത് വേറൊരു വീഡിയോയിലിടാം. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഏകദേശം നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റിയ ബിഗോണിയ പ്ലാന്റിനെ വേറെ പോട്ടിലല്ല ഇതുപോലൊരു PVC പൈപ്പിൽ ബിഗോണി ഇരിപ്പുണ്ട്. അതിനകത്ത് എങ്ങനെയെങ്കിലും കുത്തി നിറച്ചൊക്കെ നട്ട് വെക്കണം. ഞാൻ ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒരേ ലെവലിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എങ്കിൽ അത് നല്ല ഒരു ബുഷിയായിട്ട് ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്ന് ഒരു ട്രീ പോലെ നിൽക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. ഇനി നമ്മൾ കൊണ്ടുവന്ന ആയുധങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ട് വെക്കണം. അല്ലെങ്കിൽ പിന്നൊരു ദിവസം ഈ ആയുധങ്ങൾ തപ്പുമ്പോൾ കാണത്തില്ല.
അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ ബിഗോണിയ നമ്മൾ പറഞ്ഞതുപോലെ പഴയ PVC പൈപ്പിൽ നട്ടു വെക്കണേ. ആ PVC പൈപ്പ് ഫുൾ അഴുക്കാണ്, അത് നമുക്ക് വാഷ് ചെയ്ത് വൃത്തിയാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെ 2 പോട്ട് റോസ് നടാനായിട്ട് ഫ്രീ ആക്കി എടുത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.